ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഉത്സവം വ്ലോഗിൻ്റെ ഡേ 4 ആണ് ഇന്ന്. അപ്പം നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ കണ്ട് തന്നെ മനസ്സിലാക്കാം. ആക്ച്വലി ഞാനതൊരു ഫ്ലോപ്പ് വീഡിയോ ആകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുറേ നല്ല ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മുഖത്ത് ഡാർക്ക് സ്പോട്ട്സ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കാരണം നീം പാക്കാണ്. നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം പിന്നെ ഞാൻ രാവിലെ ചക്കവട്ടിലുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ ദോശ സംതിങ് എന്തോ ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ ഞാൻ അച്ചാമ്മയുടെ അങ്ങ് പോയി. അവിടെ പോയിട്ട് ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്തു. കാരണം ഞങ്ങളുടെ 8ാം ദിവസം ഞങ്ങളുടെ ഡാൻസ് ഉണ്ട്. പിന്നെ അവിടെ ധീരുൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കളിക്കുമായിരുന്നു. പിന്നെ ഇത് കണ്ണൻ, സച്ചു, ആദിത്യൻ അവരൊക്കെ ഇവിടെ കടയിടുന്നുണ്ട് ഉത്സവത്തിന്. അവരിപ്പം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഭാവിയിൽ അവർ നല്ല ബിസിനസ് മാനോ വലിയ വലിയ ആൾക്കാരൊക്കെ ആയിട്ട് മാറുന്നതായിരിക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക. എന്ത് ചെയ്താലും ഉദ്ദേശിച്ചത് നല്ലത് ചെയ്യുമ്പം നല്ലതെന്ന് പറയുക, ചീത്തത് ചെയ്യുമ്പം അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. പിന്നെ ഭയങ്കര ചൂടാണ്. ഇപ്പം കുളിച്ച് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് വീണ്ടും വിയർക്കാൻ തുടങ്ങി. അപ്പം ഞാൻ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ അമ്പലത്തിലേക്കല്ല പോകുന്നത്, പിരിവിന് പോകാനുണ്ട്. പിന്നെ ഞാനൊരു മെമ്പറാണ് വനിതാ കമ്മിറ്റിയുടെ. അപ്പം ഞാൻ അവിടുത്തെ പ്രസിഡന്റ് പിന്നെ കുറച്ച് മെമ്പേഴ്സൊക്കെ ആയിട്ട് ഞങ്ങൾ പിരിവിന് പോയിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഞാനും ഗൗരിയും കൂടെ അമ്പലം ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അപ്പം ഞങ്ങൾ പിരിവിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പിരിവിന് പോയോണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് പാർട്ട് മിസ്സായിട്ടുണ്ട്. അപ്പം എനിക്കൊരു കണ്ടിന്യൂറ്റിയിൽ അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പിന്നെ ആ പാട്ടുകാർ കുറച്ച് അത് ഞാൻ പറഞ്ഞുതരാം, പിന്നെ പറഞ്ഞുതരാം. അപ്പം എനിക്ക് ഫുൾ അങ്ങോട്ട് മനസ്സിലായില്ല ഇന്ന് എന്തോ സംഭവം നടക്കുന്നതെന്ന്. അപ്പം ഞങ്ങൾ പിരിവിന് പോയിട്ട് നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. പിന്നെ ഞാൻ അമ്പലത്തിൽ പോയപ്പം കുറേ പേര് സപ്പോർട്ട് ചെയ്തു ഗൈസ്. കാരണം നല്ല വീഡിയോ എടുക്കാൻ പറഞ്ഞു. അവരുടെ ബാക്ക് എടുക്കാതെ അവരുടെ ഫ്രണ്ടിൽ പോയി നിന്ന് എടുക്കാൻ പറഞ്ഞു. ഫ്രണ്ടിൽ പോയി നിന്ന് എടുക്കാൻ പറ്റത്തില്ല ഗൈസ്, അതാണ് ഞാൻ ബാക്കിൽ നിന്ന് എടുക്കുന്നത്. കാരണം അവിടെ കുറേ പ്രതിഷ്ഠകളുണ്ട്. അപ്പം നമുക്ക് അവിടെ പോയി നിൽക്കാൻ സ്പേസ് ഇല്ല, അതാണ് ഞാൻ ബാക്കിൽ നിന്ന് എടുക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ടിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഓരോ പാർട്ട് കഴിയും തോറും ഇങ്ങനെ കുരവിടും. അവിടെ ആകെ കുരവിടാറിയത് ശൈലജയ്ക്ക് മാത്രമാണ്. ഞങ്ങളൊക്കെ ചുമ്മാ കാണിക്കത്തുള്ളൂ, ആക്ഷൻ കാണിക്കത്തുള്ളൂ. പിന്നെ ഇന്ന് തിരുവാതിരയുണ്ട്. അപ്പം തിരുവാതിര കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റ് വിരിക്കുകയാണ്. അവിടെ സ്റ്റേജ് കെട്ടിയിട്ടില്ല, അതുകൊണ്ട് മാറ്റ് വിരിച്ചാണ് കളിക്കുന്നത്. പിന്നെ ഞാൻ ഈ മാറ്റൊക്കെ വിരിക്കുന്ന കണ്ടിട്ട് നേരെ അമ്പലത്തിലേക്ക് ഓടി പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലാവാതിരുന്നത് കണ്ടിന്യൂറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം നമ്മൾ പിരിവിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞായിരുന്നു. നമ്മൾ വന്നപ്പോഴത്തേക്ക് ദീപാരാധന കഴിഞ്ഞ്. അപ്പം സെക്കൻഡ് പാർട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ അവരൊക്കെ പറയുന്നത് അവർക്കൊന്നും അറിയത്തില്ലെന്നാണ്. പിന്നെ ഇതിലെന്തോ മാർഗരക്ഷയെക്കുറിച്ചും പറയുന്നുണ്ട്, പിന്നെ സമുദ്രമാലികനെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് മാർഗരേശി എന്ന് പറയുന്ന മാതാവ് ഗർഭിണിയാണ്. അപ്പം ഗർഭിണിയായിട്ട് 10 മാസമായിട്ടുണ്ട്. അപ്പം സമുദ്രവീരൻ മാലികൻ പ്രസവം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ പോയി വിളിച്ചുകൊണ്ട് വരികയാണ്. പിന്നെ എനിക്ക് കഥ ഫുള്ള് മനസ്സിലായിട്ടില്ല. അപ്പം നമുക്ക് നാളെ കഥ നോക്കിയിട്ട് പറഞ്ഞു തരാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് മാർഗരേശി മാതാവ് ആരെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് അവരുടെ സ്റ്റോറി എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ ഇന്നത്തെ ഉത്സവം നമ്മുടെ വനിതാ കമ്മിറ്റിയുടെ വകയായിരുന്നു. അപ്പം നമ്മുടെ ഹെഡ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ആ ഒരു കൂട്ടത്തിൽ ഏറ്റവും മുതിർന്നത് അച്ചാമ്മയാണ്. അപ്പം അച്ചാമ്മയാണ് അവർക്ക് പൈസ കൊടുത്ത് അനുഗ്രഹിച്ചേക്കുക. അപ്പം ഇന്ന് തിരുവാതിര ഉണ്ടായതുകൊണ്ട് അവിടെ ഫുൾ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തിരുവാതിരയുടെ കുറച്ച് പോർഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ.
അങ്ങനെ തിരുവാതിരയെല്ലാം കഴിഞ്ഞു. അവരെല്ലാം പോവുകയാണ്. അപ്പം ഞാൻ ഇത്രേ ഉള്ളൂ വീഡിയോ എന്നാണ് വിചാരിച്ചത്. പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഗൈസ്. അപ്പം നമ്മൾ നാട്ടുകാരുടെ കുറച്ച് പ്രകടനങ്ങൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ആ കുട്ടി ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ഡാൻസ് ആയിരുന്നു. എല്ലാവരും ആ കുട്ടിയായിരുന്നു നോക്കുന്നത്. ഷാജിറ എന്നാണ് പേര്. അടിപൊളി ഡാൻസ് ആയിരുന്നു. Here we go. Cause I do know the pressure. I'm the guy you want. It's now or never until you decide. Come break it, let your fire now. If the bullet is gonna be the beat, yaar, me always know. അങ്ങനെ നമ്മുടെ ഉത്സവം വ്ളോഗിൻ്റെ ഡേ 4 സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്, സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എല്ലാവരോടും. അപ്പോൾ ടാറ്റ.